അല്ല, ജനങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനല്ലല്ലോ നമ്മൾ പോകുന്നത്. നമ്മൾ ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് കേൾക്കാനും ഒക്കെയാണ് അവർ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അത് പാർട്ടി സംസാരിക്കും. പാർട്ടിയിൽ അതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്. അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. അവർ അതിനെക്കുറിച്ച് പറയും. ഞാനല്ല അത് പറയേണ്ടത്. അല്ല, നടപടി എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ലെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് കോടതി ഉത്തരവാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി തീരുമാനിച്ച് അവരതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യും. അത് ഞാനല്ല പറയേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ LDF സ്ഥാനാർത്ഥി പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഓരോ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പൊ അത് പ്രത്യേകിച്ച് ഞാൻ അതിലൊരു അഭിപ്രായം പറയാനായിട്ടുള്ള ആളല്ല. അതിന്റെ ആവശ്യമില്ല. അല്ല, ഈ പറഞ്ഞ പോലെ അത് പറയേണ്ടത് ഞാനല്ല. അത് പറയേണ്ട അവസരവും ഇതല്ല. അതിന് പാർട്ടിയുണ്ട്. പാർട്ടിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അവരതിനെക്കുറിച്ച് സംസാരിക്കും. ഈ ദിവസങ്ങളിൽ നടന്ന വിവാദങ്ങളിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? അല്ല, ജനങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനല്ലല്ലോ നമ്മൾ പോകുന്നത്. നമ്മൾ ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് കേൾക്കാനും ഒക്കെയാണ് അവർ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അത് പാർട്ടി സംസാരിക്കും. പാർട്ടിയിൽ അതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്. അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. അവർ അതിനെക്കുറിച്ച് പറയും. ഞാനല്ല അത് പറയേണ്ടത്. കഴിഞ്ഞ ദിവസത്തെ വിവാദങ്ങളൊക്കെ പ്രചാരണത്തെ ബാധിച്ചെന്ന് തോന്നുന്നു. അല്ല, പ്രചാരണത്തെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സമയം നഷ്ടമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, ഇന്നലെ ഇപ്പോൾ 10 ദിവസങ്ങൾ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ആകുമ്പോൾ ഈ 10 ദിവസം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിലപ്പെട്ട ഒരു സമയം തന്നെയാണ്. അത് കുറച്ച് നഷ്ടമായിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ അത് മേക്കപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. കുഴപ്പമില്ല. ഈ പരാതിക്കാരന്റെ വീട്ടിലെ വോട്ടുകളുടെ എണ്ണം സംബന്ധിച്ചുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നില്ല. അതെന്തുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകാതെ? അല്ല, അതിന് പരാതി നമ്മൾ ഒഫീഷ്യലി കൊടുത്തിട്ടുണ്ട്. 2 പേര് പരാതി കൊടുത്തിട്ടുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് JS അഖിലും കൊടുത്തിട്ടുണ്ട്. ശ്രീ മുട്ടട അജിത്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ അതിൻ്റെതായിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങളുമായി അവർ മുന്നിലേക്ക് പോകും.